എൻ്റെ പേര് ഷാലിമ ബിജു. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. എന്നെ കൃപാസനത്തിൽ എത്തിച്ചത് ചേച്ചിയാണ്, ഇന്ദിര ചേച്ചി. ഞാൻ 23/5/25 കൃപാസനത്തിൽ വന്നത്. ഞങ്ങളുടെ വീടിൻ്റെ ജപ്തി നടപടികൾ കാരണം അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നത്. 30 ലക്ഷം രൂപയുടെ ജപ്തി 15 വർഷം മുമ്പ് എൻ്റെ ഭർത്താവ് എടുത്തതായിരുന്നു. അത് ഇതുവരെ 25 വരെ ഞങ്ങൾ അതിൻ്റെ പലിശ അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ പൈസ കൂടിക്കൂടി, ഇൻട്രസ്റ്റ് കൂടിക്കൂടി അത് ജപ്തിയിലേക്കായി. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവസാനത്തെ രീതിയിലാണ് ഞാൻ കൃപാസനത്തിൽ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. അങ്ങനെ ഈ 26 മാർച്ച് മാസം എനിക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഇത്രയും തുക, അത് ഇൻട്രസ്റ്റ് കൂടിക്കൂടി 46 ലക്ഷം രൂപ, നമുക്കൊരിക്കലും അടയ്ക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആ തുക, നമുക്ക് നമ്മുടെ വീടും സ്ഥലങ്ങളും എല്ലാം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമുക്കിത്രയും പൈസ തന്ന് നമുക്ക് സഹായിച്ചു. നമുക്ക് ആ സ്ഥലം വിൽപ്പന നടത്തിയിട്ടേ നമുക്ക് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റും ബാങ്ക് ജപ്തി നടപടികളും നമുക്ക് തീർക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയത്താണ് എൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും കൂടി നമുക്ക് ഈ തുക നമുക്ക് തന്ന് സഹായിച്ച് നമുക്ക് ആ പലിശയും മുതലും അടച്ച് തീർത്ത് നമുക്ക് ആധാരം തിരിച്ചു കിട്ടിയത്. അത് ഞാൻ കൃപാസന അമ്മയോട് വളരെയധികം നന്ദി പറയുന്നു. ഞാൻ അമ്മയോട് വളരെ വളരെ നന്ദി പറയുന്നു. ഇത് ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നതും ഈ ആധാരം നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നതും നമുക്ക് സാധിച്ചു കിട്ടി. ഇതൊരു വലിയ ശക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനായിട്ട് എന്നാലാവുന്ന രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു. അന്ന് പത്രം ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. എന്നാലാവുന്ന വിധത്തിൽ ഞാൻ അന്നദാനം കൊടുക്കുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. ഉടമ്പടിയിലൂടെ എനിക്ക് ഉടൻ പരിഹാരമാണ് ഉണ്ടായത്. 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ജപ്തി ഒഴിവായി കിട്ടി. അതെനിക്ക് വലിയൊരു നിയോഗമായിട്ടാണ് എനിക്ക് സാധിച്ചത്. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 42-43 തിരുവചനങ്ങൾ. കടം വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശോ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. നമ്മുടെ കടങ്ങളെല്ലാം ഇളച്ചു തരുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് ഷാലിമയും തൻ്റെ കൂട്ടുകാരിയും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു കൂട്ടുകാരിയിലൂടെയാണ് തൻ്റെ ജീവിത പ്രശ്നങ്ങൾ കടത്തിൻ്റെ നീർക്കയത്തിൽ മുങ്ങിത്താഴുന്ന അവസരത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ഷാലിമയ്ക്ക് പറയാനുള്ളത്, എൻ്റെ കടമെല്ലാം എങ്ങനെയാണ് വീട്ടിയത്? ഞങ്ങൾക്കൊരു വസ്തുവുണ്ട്, അത് വിൽക്കാൻ യാതൊരു തരവുമില്ല, യാതൊരു സാധ്യതയുമില്ലാതിരുന്ന അവസരത്തിൽ ഉടമ്പടിയെടുത്ത ഉടൻ പരിഹാരം എന്നോണം ഹസ്ബൻഡിൻ്റെയും ഷാലിമയുടെയും സഹോദരങ്ങൾ തന്നെ ചേർന്ന് 46 ലക്ഷം രൂപയാണ് അവർക്ക് ബാങ്കുകാർ ഇളവ് ചെയ്തു കൊടുത്തെങ്കിലും വലിയ ഒരു തുക അവർക്ക് അടച്ചു വീട്ടാനായിട്ട് സാധിച്ചു. 15 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ഈ കടം 2025 അവർക്ക് അതിൽ സെറ്റിൽമെൻറ്റ് ചെയ്യുവാനും അവരുടെ ആധാരം കയ്യിലെടുക്കുവാനുമായി സാധിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതഭാരങ്ങൾ ലഘൂകരിക്കുന്നത് നമ്മുടെ ഈ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയും ഉടമ്പടിയിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളുമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഉടമ്പടി ചെയ്താൽ ഉടനെ നമുക്ക് ഉടൻ പരിഹാരം നമ്മുടെ ജീവിതത്തിന് ഭൗതിക ആവശ്യങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കും. അതിൽ നിന്നും നമ്മുടെ ലെവൽ വർദ്ധിക്കുന്നത് കൃപയിലൂടെയും നമുക്ക് ലഭിക്കുന്ന അഭിഷേകത്തിലൂടെയും നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ആത്മീയ അധികാരത്തിലൂടെയുമാണെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് നിത്യത കൈവരിക്കുവാനുള്ള വലിയ ഒരു വിളി ലഭിക്കുന്നത്. മറ്റുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനും
മറ്റുള്ളവർക്ക് ദൈവസ്നേഹം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനുമെല്ലാം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനവും നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും എല്ലാം ഈശോയെ ചെന്ന് കണ്ട് അവിടുത്തെ പരിചരിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണെന്ന് ഷാലിമ എന്ന് ഏറ്റുപറയുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്കെല്ലാം വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടൻ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.